ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ദുരന്തത്തിൻ്റെ വലിയൊരു വേദന ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജനതയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ആ ദുരന്തത്തിൽ നിന്നും ഒന്ന് കരകയറ്റുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ ഫണ്ടുകളുമൊക്കെ പലരും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടത്തുകയും പലരും അതിലേക്ക് ഫണ്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, അതിനിടയിലാണ് വിവാദപരമായ ഒരു പ്രസ്താവന. ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നത്. കാര്യം ഞാൻ കുറേ തിരക്കിലായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ് ഇട്ടേക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വരാൻ തീരുമാനിച്ചത്. ഇതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ വലിയ സെലിബ്രിറ്റികളെ പോലെ ഒരു സാമ്പത്തിക ഭദ്രതയും ഉള്ള ഒരാളൊന്നുമല്ല ഞാൻ. കേവലം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്വന്തമായ വീടും കൂടുമൊന്നും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പണ്ട് മുതലേ, അതായത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിച്ചിരുന്നൊരു കാലം മുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിനാണ് ഈ അഴിമതി കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ സമ്പാദിക്കുന്നത്? കാരണം ഏതൊരു പ്രദേശത്ത് ചെല്ലുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കുമെങ്കിൽ ഒരുവൻ എന്തിനാണ് നാടിനെ കട്ടുമുടിച്ച്, ജനങ്ങളെ കട്ടുമുടിച്ച് ഈ രാഷ്ട്രീയത്തിലിറങ്ങി പണം സമ്പാദിക്കുന്നത് എന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എഴുതി, ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനനേതാവായി കഴിഞ്ഞാൽ ഒരു രീതിയിലും സമ്പത്തിനെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വറിയിടാവേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ജനം തന്നെ നോക്കിക്കോളും. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ അല്ല നമുക്ക് മുന്നിൽ കണ്ടിട്ടുള്ളത്. കട്ടും മോട്ടിച്ചും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടും ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കാമോ, അധികാരം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടായതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയത്തോട് തന്നെ ഒരു വെറുപ്പുണ്ടായത്. ഞാൻ ഈ അടുത്തിടെ ഒരു എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് വിതരണത്തിന് പോയപ്പോൾ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാവരും ഉണ്ട്. അവരോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് നിങ്ങൾ മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും മറ്റുള്ള പല പോസ്റ്റുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾ ഒരു രാഷ്ട്രീയ നേതാവാകാൻ ആഗ്രഹിക്കാത്തത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഴിമതിയുടേതും സ്വജനപക്ഷപാതത്തിൻ്റെതും നേരിൻ്റെതല്ല എന്ന ചിന്തകളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ മാത്രമേ ഉള്ളൂ സംശുദ്ധിയോടുകൂടി നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, ഒന്നുമാകാതെ പോയ, ഇപ്പം ഇടതുപക്ഷത്തിലായാലും കോൺഗ്രസ്സിലായാലും CPM-ലായാലും താഴെത്തട്ടിൽ, അതായത് പഞ്ചായത്ത് ഭാരവാഹികളെ പലരെയും എടുത്താൽ ഇവരൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്ത നേതാക്കന്മാരായി തന്നെ ഇന്നും അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരാണ്. പല നേതാക്കന്മാരും വളർന്നു വരുമ്പോൾ കാണിച്ചിട്ടുള്ള പല തെമ്മാടിത്തരങ്ങളും നമുക്കറിയാവുന്നതുമാണ്. ഇതെല്ലാം ഞാനൊന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടിട്ട് ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയത്തതുമില്ല. കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ശതമാനക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ, ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും 10, 15, 20 ലക്ഷം കൊടുക്കുമ്പോൾ 15 കോടിയും 20 കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ലൈവ് അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാനിതിനെ അങ്ങനെ കാണാറൊന്നുമില്ല. കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചിലവഴിച്ച് കളഞ്ഞേ പറ്റൂ. ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകൾക്ക് CSR ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ. അതുപോലെയല്ല ഒരു സാധാരണക്കാരൻ അവൻ്റെ അന്നന്നത്തെ അധ്വാനത്തിൽ നിന്ന് നീക്കി വെക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ എന്ന് പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അവർ അർഹമായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നലുണ്ടാക്കിയത് ഞാനോ നിങ്ങളോ ഇവിടുത്തെ പ്രതിപക്ഷവുമല്ല. കേരളത്തിൽ നിരവധി തവണ ഉയർന്നു കേട്ടിട്ടുള്ള സുതാര്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ പൈസയും 100% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ വന്ന് ചേരുന്ന ഒന്നാണ് എന്നതാണ് സത്യം. അതിൽ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടല്ലോ.
അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ തുക പോകേണ്ടത്. അതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ജനത്തിൻ്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു. കാരണം ഈ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിവുകെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ഷൂ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എൻ്റെ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് എന്നിരിക്കെ ഞാൻ അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു. അപ്പം ഞങ്ങളൊന്ന് ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഞാൻ 2-3 ഇനാഗുറേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റോ ചെയ്യുന്ന ഒരു തുക മിനിമം, അതായത് ഒരു 5 ലക്ഷത്തോളം രൂപ എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5 കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടെ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴത്തേക്ക് അതിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അളിയാ എന്തായാലും എങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഒരു 40 സെൻറ്റ് സ്ഥലമുണ്ട്, നമുക്ക് ആ 40 സെൻറ്റ് സ്ഥലത്തിനകത്ത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം. നമ്മളൊന്ന് വിചാരിച്ചാൽ, അതായത് നാട് മുഴുവൻ നടന്ന് തെണ്ടാനോ നാട് മുഴുവൻ നടന്ന് പിരിക്കാനോ ഒന്നുമല്ല. എൻ്റെ പേഴ്സണൽ സർക്കിളിൽ ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെന്ന് പറയാൻ കാര്യം, വയനാട്ടിൽ ഈ ഒരു സാഹചര്യത്തിൽ മുണ്ടക്കെ ഇവിടെ ഈ ഒരു നാട് പൂർണ്ണമായി നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ആ സെയിം സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹമല്ലാതെ അവിടെ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായേക്കാം. അത് വയനാട്ടിൽ തന്നെയാണ് അവർക്ക് താമസിക്കാൻ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ സ്ഥലത്തെക്കുറിച്ചോ അവിടെ നിന്നുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഞാൻ പോയിട്ട് വയനാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കുക, അതിനപ്പോൾ ഒരാൾ പറയാണ് എൻ്റെ വസ്തു 10 സെൻറ്റിന് ഇത്ര രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് വീട് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാര്യം ആ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുവന് വേണ്ടിയിട്ട് ഒരു 5-10 സെൻറ്റ് സ്ഥലം വിട്ടു നൽകാൻ അവിടുന്ന് ഒരുവൻ തയ്യാറായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ വൈകൃതം എത്രത്തോളം ഉണ്ടാകും. അതുകൊണ്ടാണ് എനിക്ക് ലഭ്യമായ ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അദ്ദേഹം തൻ്റെ കഴിഞ്ഞ ചരിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാവാം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ പ്രത്യേകിച്ച് ആ പാർട്ടിയോ അല്ലെങ്കിൽ ഭരണകക്ഷികളുമായിട്ടോ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ വെച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം. എന്നിരുന്നാലും നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ടുകൾ കൈമാറുമ്പോൾ അത്തരം പ്രസ്താവന നടത്തിയത് ശരിയായോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകക്ഷികൾക്ക് അത് ഒരു കണ്ണ് തുറക്കുന്ന ഒരു പ്രസ്താവനയാവാം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് പലരുടെയും കണ്ണുകൾ തുറന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തെറ്റാണോ ശരിയാണോന്നും ഞാൻ പറയുന്നില്ല, ഓരോ മനസാക്ഷികളും ചിന്തിക്കേണ്ടതുണ്ട്. പലർക്കും ആ ഒരു പ്രസ്താവന വേദന ഉണ്ടാക്കിയെങ്കിലും അതൊരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സാഹചര്യം വന്നാൽ പോലും അവിടെയൊക്കെ യഥാർത്ഥ വഴി ചിന്തിക്കാൻ ഒരു വഴികാട്ടി കൂടി ആവാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു വാച്ചിങ് വീഡിയോ.